വരി വരി, അവിടെ ഇരുന്നോളി. ആരടാ എന്ത്? രക്ഷിതാവാണോ വിദ്യാർത്ഥിയാണോ? അച്ഛന്റെ പേര് നിങ്ങളുടെ പേര് പറഞ്ഞോ. അപ്പൊ ആളെ മനസ്സിലായില്ലല്ലേ? എന്റെ പേര് അനന്തൻ. ഓ, അനന്തമാഷാണല്ലേ? കണ്ടപ്പോഴെങ്കിലും സംശയം തോന്നി. പരിചയ സമ്പന്നരും പ്രഗത്ഭരുമായ ഒരു സംഘം. എന്താണ് എന്താണ് എന്താണ്? ഒന്നുമില്ലല്ലേ? അപ്പം പോയി ചായ വാങ്ങിച്ചിട്ട് വാ. 1 2 3 4. വേണ്ട, 1 2. പോ 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 പോ. അപ്പം എന്താ പറഞ്ഞു നിർത്തിയത്? പരിചയ സമ്പന്നരും പ്രഗത്ഭരുമായ ഒരു സംഘം അധ്യാപകർ നയിക്കുന്ന ഒരു മഹനീയ സ്ഥാപനമാണ് ഈ സനാതന കോളേജ് എന്ന് സാറ് അറിഞ്ഞു കാണുമല്ലോ. ഇവിടെ നിന്ന് കയറി പറ്റാൻ പല പല റെക്കമെൻഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുക. അനന്തകൃഷ്ണപിള്ള ഫ്രം ട്രിവാൻഡ്രം, പിന്നെ ആലപ്പുഴ, കൊല്ലം, കുതിരവട്ടം, ആരിതൊക്കെ നോക്കാൻ ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. പിന്നെ തൃശ്ശൂരിന് എനിക്കറിയാം. അറിയല്ലേ? ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തെ കുറിച്ചും അധ്യാപകരുടെ കഴിവിനെ കുറിച്ചും മൊത്തത്തിൽ ഈ കോളേജിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ എനിക്കും വളരെ നന്നായിട്ട് അറിയാം. പിന്നൊരു കാര്യം, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. സെയിം സെയിം സെയിം. നമ്മൾ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാ, ഇരട്ട പ്രസവിച്ച പോലെ. എന്റെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ചും സന്ധ്യ കഴിഞ്ഞാൽ. അങ്ങനെയല്ലടോ? അതെ. പിന്നെ ഇത് നോക്കി നോക്കണേ, പഴയ അടിക്കാരനാ, ടൈപ്പ്. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. വില്യം ഷേക്സ്പിയർ, സദാം ഹുസൈൻ, ടാഗോർ, നെപ്പോളിയൻ, ചാണക്യൻ, നെഹ്റു, കെന്നഡി, വിവേകാനന്ദൻ, ജ്യോതി വെങ്കടാചലം, ലാൽ ബഹദൂർ ശാസ്ത്രി, രാജാറാം മോഹൻ റായ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ചരിത്രത്തിലെ ഇത്രയും മഹാന്മാരെയും മഹതികളെയും പഠിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്നാൽ നമുക്ക് അക്കൗണ്ടൻസിയിലേക്ക് കടക്കാം. അല്ല, അതെന്താ ഏർപ്പാടാ? സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഐ ആം ഹിറ്റ്ലർ. എന്റെ പേര് ഇന്ദു. മാഷ് പേര് ചോദിച്ചപ്പോ കുട്ടികളൊക്കെ ഓരോന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാനില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങനെയാ മാഷേ. മാഷുമാരോടൊക്കെ എപ്പോഴും വഴക്കുണ്ടാക്കും. മാഷിന്റെ മറുപടി എനിക്ക് ഇഷ്ടായി കേട്ടോ. അന്ന് വന്ന് റാഹേലത്തിന്റെ ബോണ്ടിന്റെ ഒക്കെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയല്ലേ? നിനക്ക് വേണമെങ്കിൽ തന്നാ മതി. എന്റെ ബോണ്ടെ വെച്ച് കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. രക്ഷിതേ, ചായയും ബോണ്ടയും കഴിക്കുന്നത് കൊള്ളാം. ഇതിന്റെ കാശ് ശരിയായിട്ട് തന്നില്ലെങ്കിൽ റാഹേലമ്മര് വിധം മാറും. ഞാൻ ഭയങ്കര ടെൻഷനിലാ. എന്തേ? ചേച്ചിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തെല്ലാം ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ഇല്ലേ? ബസ്സിലെ കിളി, കോളേജിലെ പിയൂണ്, വീട് തെറുപ്പ്, ലോട്ടറി ടിക്കറ്റ്. നിർത്ത്. രക്ഷിതേ, ഒന്ന് മറന്നു. ആ ബാർബർ ഷാപ്പിന്റെ കാര്യം. അല്ല, അത് നമുക്ക് ശരിയാവൂല. പിന്നെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെയും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെയും ഞാൻ ഉണ്ടാക്കിക്കണേ. ഞാൻ ഇന്ന് വരെ അവിടെ കുടുങ്ങിയ ചരിത്രം ഉണ്ടായില്ല. അന്യോന്യം ഉൽപീഡിതം ഉൽപാക്ഷ്യം സ്തനദ്വയം പാണ്ഡൂതര പ്രവൃതം. കുമാരസംഭവത്തിലെ പാർവതിയുടെ യൗവനത്തെ വർണ്ണിക്കുന്ന രംഗമാണ് ഈ ശ്ലോകം. പാർവതിയെ ആവാദചൂടം വർണ്ണിക്കുന്നതിനിടയിൽ നമ്മുടെ കാളിദാസൻ അവളുടെ സ്തനദ്വയങ്ങളെ കുറിച്ച് അതിമനോഹരമായി വർണ്ണിക്കുന്ന രംഗമാണ് ഈ ശ്ലോകം. മാഷേ, അവിടേക്കാണോ പഠിപ്പിക്കുന്നത് അതെ ഇവിടേക്കോ? ഇവിടേക്ക് പഠിപ്പിച്ചിട്ട് കാര്യം അറിഞ്ഞുകൊണ്ടാണല്ലോ അവിടേക്ക് പഠിപ്പിച്ചത്, അല്ലേ സുമി? For the purpose of accounting, accounts are classified into 3: personal account, real account, and normal account. The rule of personal account is debit the receiver and credit the giver. The rule of real account is എഴുന്നേൽക്ക്. Get out. Sir.
യൂസ്ലെസ്. ഗെറ്റ് ഔട്ട്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി, അല്ലാത്തവർക്ക് പോകാം. ഹിറ്റ്ലർ സാറേ, ഞാൻ പോയി ഒരു ചേർത്ത് വലിച്ചിട്ട് വരാം. Silence. Accounts are classified into 3. Name them. Ashok. Personal account, real account, and normal account. Sit down. The rule of personal account. You. എഴുന്നേക്കടാ. എടാ പോടാന്നുള്ള വിളിയൊക്കെ സൂക്ഷിച്ചു വേണം. എഴുന്നേക്കടാ. നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇറങ്ങാ പുറത്ത്. തന്നെ ഞാൻ കാണിച്ചോ. മാഷേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ടീച്ചറെ, ആളൊരു മൊരടനാണെന്ന്. ടീച്ചർ ഞാൻ എന്താണ് ഇതൊരു സൈഡ് ബിസിനസ്. പിള്ളേർക്ക് ഇതൊരു കാര്യമാണേ. ഏതായാലും ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ പിന്നെ പുറത്തു പോകണ്ട. ഞാനിത് വെറുതെ ഉണ്ടാക്കി കൊടുത്താൽ ആ സമയം കൊണ്ട് ഒരു 4 ലക്ഷം കൂടുതൽ പഠിക്കാലോ. ആ മാഷക്ക് എന്ത് വേണം? ബീഡി വേണോ? സിഗരറ്റ് വേണോ? പുകലൊക്കെ പോയി. മേലാൽ ഈ സാധനമായി നിന്നെ ഈ കോമ്പൗണ്ടിനകത്ത് കണ്ടുപോയാൽ അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. ആ എനിക്കിത് കിട്ടണം. മാഷിന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താവുമല്ലേ? കല്യാണം കഴിച്ചാണോ? എന്താ, ഇല്ലെങ്കിൽ ആലോചിക്കാനാണോ? വിനാശകാലേ വിപരീത ബുദ്ധി. മാഷ ഹമീദിനെ തല്ലിയില്ലേ? ഇങ്ങനെ കുട്ടികളെ തല്ലുന്നത് ശരിയാണോ മാഷേ? ഓ, ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. നിങ്ങൾ അങ്ങോട്ട് പോണ്ട. ജനങ്ങൾ ആകെ ഇറങ്ങിയിരിക്കുക. അവരെ കൈ കിട്ടാലേ പിച്ചാത്തി പിടിക്ക് പോലും ഒരു കഷ്ടം എല്ലിട്ടൂല. നിങ്ങൾ ഞാൻ പറഞ്ഞ കേക്കി. നിങ്ങൾ തൽക്കാലം ഒതുക്കിയത് മാഷേ. എന്താ മാഷെ ഞാൻ പുറത്തിറങ്ങി വേറാണെന്താ? എവറാ പ്രിൻസിപ്പൾ? ഇറക്കി വരാ അവനെ. അനന്ത അനന്ത തെമ്മാടി, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അമ്മയെ കണ്ട് മരിക്കൂല. അനന്തൻ നീതി പാലിക്ക. എന്താണ് പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറഞ്ഞുതരാം. ബസ് സ്റ്റാൻഡിൽ എടുത്തു. തന്തയ്ക്ക് പറഞ്ഞോളെ പുറകെ വേണം പുറത്ത്. നീ ഹമീദിനെ തല്ലുവരടാ. അടിച്ചതിന്റെ പല്ല് ഞങ്ങൾ ഒഴിക്കും. ഒന്നുകൂടി പ്രിൻസിപ്പാൾ ഞാൻ കാര്യത്തിൽ പോകണ്ട റഷീദേ. ഞാനും കുറെ രാഷ്ട്രീയം കണ്ടവനും കളിച്ചവനുമാ. നിന്റെ നാറിയ രാഷ്ട്രീയം കൊണ്ട് ഇതിനകത്ത് കയറി കളിക്കാൻ വന്നാലുണ്ടല്ലോ, നിന്നേക്കാ വലിയ ചെറ്റയാണ്ട ഞാൻ. നീ എന്നെ തല്ലിയല്ലേ? പാർട്ടി ഇത് കണ്ടോണ്ടിരിക്കില്ല. ഇവന്റെ ശവം നാട്ടിലേക്ക് അയക്കാൻ നീ ശവപ്പെട്ടി തീർത്തോ? എന്നാ തോർത്തുണ്ട്. അല്ലാതെ ഇവിടെ ഇരിക്കട്ടെ. നിന്റെ ശവപ്പെട്ടി നീ തന്നെ തീർത്തോ? അതിന് കാശ് ഞാൻ കൊടുത്തേക്കാം. സനാതന അല്ല പ്രിൻസിപ്പാളെ. നാട്ടുകാർ കയ്യച്ചാണ്. അതേടാ, ഒന്ന് അഴിക്കാൻ പറഞ്ഞിട്ട് മാഷ നന്നായി സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പിന്തുണ എപ്പോഴും മാഷിനുണ്ടായിരിക്കും.